നമസ്കാരം. ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്ന കോളേജ് റിച്ച് കോളേജ് ഓഫ് നഴ്സിംഗ്, നെല്ലൂർ, ആന്ധ്രാപ്രദേശ്. റിച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് ഡോക്ടർ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്നറിയപ്പെട്ടിരുന്ന, നിലവിൽ ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് കോളേജ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. 2024-25 IMC ലിസ്റ്റ് നിലവിൽ അപ്ഡേറ്റ് ചെയ്ത കോളേജുകളുടെ ലിസ്റ്റിൽ പേരുള്ളതാണ് കോളേജ്. മലയാളി ഫാക്കൽറ്റീസും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സിജു, ഞാനിവിടെ 2016 മുതൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റിയാണ്. ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീട്. ഇവിടുത്തെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ എല്ലാ സപ്പോർട്ടും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഫാക്കൽറ്റിയുടെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാവും. കേരള സ്റ്റുഡൻസും വേറെ അതർ സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ക്ലാസ് റൂം ആണെങ്കിലും ലൈബ്രറി, ലാബ് ഫെസിലിറ്റീസ് എല്ലാം അപ് ടു ഡേറ്റ് ആണ്. മാത്രമല്ല ക്ലിനിക്കൽ പ്രാക്ടീസിന് സ്വന്തമായിട്ട് റിച്ച് ഹോസ്പിറ്റൽ, കോളേജിൻ്റെ അതേ പേരിൽ തന്നെ ഹോസ്പിറ്റലും ഇവർക്കുണ്ട്. പെൺകുട്ടികൾ മാത്രമാണ് ഇവിടെ പഠിക്കുന്നത്. ഗേൾസ് ഓൺലി ക്യാമ്പസാണ്. 24/7 സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫാക്കൽറ്റീസ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഫാക്കൽറ്റീസും ഈ കുട്ടികൾ സ്റ്റേ ചെയ്യുന്ന അതേ ഹോസ്റ്റലിൽ തന്നെയാണ് അവരും താമസിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ആന്ധ്രയാണെന്ന് ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന്, അതായത് ഇപ്പോൾ സെൻട്രൽ കേരള എറണാകുളം എടുക്കുകയാണെങ്കിൽ വെറും 15 മണിക്കൂർ യാത്ര മാത്രമേ നെല്ലൂർക്ക് വരുന്നുള്ളൂ. ഡെയിലി ട്രെയിൻസ് അവൈലബിൾ ആണ്. പ്രധാനപ്പെട്ട ഒരു വലിയ റെയിൽവേ സ്റ്റേഷനുമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോളേജിലേക്ക് 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാനോ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെയോ കോളേജിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. അവിടെ നിലവിൽ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയവരോ നിലവിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റി ആയിട്ടോ നിങ്ങൾക്ക് സംവദിക്കണോ അല്ലെങ്കിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.